നല്ല നിലയിൽ തോറ്റു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ സമ്മതിക്കുന്നു. എന്നാലും ശൈലി മാറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റില്ല, മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറില്ല, ഈ നില തന്നെ തുടരും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം 5 ദിവസം നീണ്ടുനിന്ന നേതൃത്വ യോഗത്തിന് ശേഷം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശൈലി മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. നിങ്ങൾ എന്താണ് പറയുന്നത്? പിണറായി എന്തിന് ശൈലി മാറ്റണം? നിങ്ങളെപ്പോലെയുള്ള കുറേ ആളുകൾ പറയുന്നതനുസരിച്ച് മറ്റൊരു തരത്തിൽ പിണറായിയെ ചിത്രീകരിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ അങ്ങനെ ശ്രമിച്ചിട്ടും കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൻ വിജയം നേടിയില്ലേ? ഇതായിരുന്നു ക്ഷോഭത്തോടെയുള്ള ഗോവിന്ദൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ശേഷിക്കുന്ന 2 കൊല്ലം കൂടി ഇതേ നിലയിൽ ഇതേ മുഖ്യമന്ത്രി തന്നെ ഭരിക്കണം എന്ന് പറയുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇവർ തെറ്റ് തിരുത്തി ശൈലി മാറ്റി നേതൃത്വം മാറി നല്ല നിലയിൽ ഭരണം പൂർത്തിയാക്കിയാൽ വീണ്ടും ഈ സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 8 കൊല്ലം സഹിച്ചത് മതി, ഇനി 2 കൊല്ലം കൂടി ഞങ്ങൾ സഹിച്ചു കൊള്ളാം, കൂടുതൽ ഈ സർക്കാരിനെ സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അതുകൊണ്ട് ദയവായി നിങ്ങൾ ശൈലി മാറ്റരുത്, നിങ്ങൾ നേതൃത്വം മാറ്റരുത് എന്ന് പരിഹാസത്തോടെ പറയുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. പരാജയ കാരണങ്ങൾ വിലയിരുത്തിയ യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന കണ്ടെത്തലുകൾ, പാർട്ടിയുടെ കണ്ടെത്തലുകൾ വിചിത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് SNDP വഴി ചോർന്നുപോയി. ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ചോർന്നുപോയി. ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ വോട്ടുകൾ SDPIയിലൂടെയും ജമാഅത്തിലൂടെയും ചോർന്നുപോയി. ഇവരെല്ലാം ഒരു മുന്നണി പോലെ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ കൈവിടുകയായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ ചോർന്നുപോയ വോട്ടുകളെല്ലാം UDF സമാഹരിച്ചപ്പോഴാണ് 18 സീറ്റുകളിൽ UDF വിജയിച്ചത്, കോൺഗ്രസ് വിജയിച്ചത്, 1 സീറ്റിൽ BJP വിജയിച്ചത്. അപ്പോൾ BJPയുടെ വിജയം, സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് വളരെ ഗുരുതരമായ പ്രശ്നമായി അദ്ദേഹവും കാണുന്നുണ്ട്, പാർട്ടിയും കാണുന്നുണ്ട്. പക്ഷേ ഈ കണ്ടെത്തലുകളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നാണ് പറയുന്നത്. കാരണം തെറ്റുപറ്റിയത് ജനങ്ങൾക്കാണ്, അല്ലാതെ പാർട്ടിക്കോ CPMനോ ഇടതുപക്ഷത്തിനോ ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഈ സർക്കാരിനെ, പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയി. അങ്ങനെ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ വിവരക്കേട് കൊണ്ട് അവർ തെറ്റായ ഒരു തീരുമാനമെടുത്തപ്പോഴാണ് പാർട്ടിക്ക് പരാജയമുണ്ടായത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താനാവില്ല. കാരണം യഥാർത്ഥ പരാജയ കാരണം എന്താണെന്ന് പാർട്ടി സെക്രട്ടറിക്കും പാർട്ടിക്കും നേതാക്കൾക്കും എല്ലാം നന്നായി അറിയാം. അറിയുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറല്ല. കാരണം എന്നും നേതൃത്വം പറയുന്നത്, പാർട്ടി പറയുന്നത് കേൾക്കാനും അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് വിളിക്കാനുമുള്ള ആളുകൾ മാത്രമാണ് അണികളും ജനങ്ങളും. ചോദ്യം ചോദിക്കാനും അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശം
സാധാരണ ജനങ്ങൾക്കില്ല എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരാജയത്തിന് വഴിവെക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ജനങ്ങൾ യജമാനന്മാരാണ് എന്ന് കരുതിയാൽ പോരാ. കാരണം വോട്ട് കുത്തി 5 കൊല്ലം കൂടുമ്പോൾ അധികാരത്തിൽ ഏറ്റുന്ന ജനങ്ങളാണ് യഥാർത്ഥത്തിൽ യജമാനന്മാർ. ആ ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അഭിപ്രായം പറയാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവർ തെറ്റ് തിരുത്തണം എന്ന് അവർ ആവശ്യപ്പെടുന്നത് അവരുടെ സമ്മതിദാനത്തിലൂടെയാണ്, ജനവിധിയിലൂടെയാണ്. അപ്പോൾ ആ ജനവിധി ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും തെറ്റുകൾ തിരുത്താനുമാണ് ഇടതുപക്ഷം ശ്രമിക്കേണ്ടത്. പിന്നെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് ഏതു കാലത്തും മുഖ്യമന്ത്രി പിണറായി വിളിക്കാറുള്ള മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ. കാരണം ഓരോ പ്രജയ്ക്കും ഓരോ വോട്ടർക്കും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയാനും വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ജനാഭിപ്രായങ്ങളാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൂടെ വരുന്നത്. യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരും പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളുമെല്ലാം ഇന്ന് കേരളത്തിലും രാജ്യത്തുമുണ്ട്. മാധ്യമരംഗമാകെ നശിച്ചു പോയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ അത് ഗൗരവത്തോടെ കാണാനും അത് ശരിയാണെങ്കിൽ വാർത്ത ശരിയാണെങ്കിൽ വാർത്തയുടെ ഉറവിടം തേടി പോകാതെ വാർത്തയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടാതെ ആ പുറത്തു വന്നിരിക്കുന്ന വാർത്ത യഥാർത്ഥമാണോ എന്ന് മാത്രം പരിശോധിക്കാനുള്ള ആർജവവും സത്യസന്ധതയുമാണ് ഒരു സർക്കാരിന് വേണ്ടത്. ഏറ്റവും ഒടുവിൽ വന്ന ആരോപണം മാത്രം നമുക്ക് എടുക്കാം. ബാർ കോഴ പോലെ ബാർ ഉടമകളിൽ നിന്ന് വലിയ പിരിവ് നടത്തി, സർക്കാർ പിരിവ് നടത്തി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എന്ന ആരോപണം പുറത്തു വന്നു. ബാർ ഉടമകൾ മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകി. പക്ഷേ നിയമസഭയ്ക്ക് അകത്തും നേരത്തെ തന്നെ പത്രങ്ങളിലൂടെയും വകുപ്പ് മന്ത്രി രാജേഷും റിയാസും അടക്കമുള്ള ആളുകളെല്ലാം അങ്ങനെയൊരു സംഭവമേ ഇല്ല എന്നാണ് പറഞ്ഞത്. അതാണോ വേണ്ടത്? മാത്രവുമല്ല, ബാറുടമ നേതാക്കളുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് സർക്കാർ ഉത്തരവിട്ടതും ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ചതും. അതാണോ വേണ്ടത്? മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ വാർത്തയുടെ ഉറവിടം അന്വേഷിച്ച് പോകുന്നത് നല്ല ഒരു കീഴ്വഴക്കമല്ല. കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി രാജീവ് പറഞ്ഞ ഒരു വാചകം കേട്ടപ്പോൾ വായിച്ചപ്പോൾ ചിരി വന്നു. പ്രതിപക്ഷത്തോട് മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ പരിലാളനം ചെയ്യുന്നു എന്നാണ്. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിനോട് വളരെ ഒരു മൃദു സമീപനം, അവരെ ലാളിക്കുന്ന സമീപനം നടത്തുന്നു എന്നാണ്. അതിനെക്കുറിച്ച് പരിശോധിക്കും അത്രേ. അതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഇദ്ദേഹം ആരാണ്? മാധ്യമങ്ങൾ എടുക്കുന്ന സമീപനം അവർക്ക് കിട്ടുന്ന വസ്തുനിഷ്ഠമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഓരോ മാധ്യമത്തിനും ഓരോ പോളിസിയുണ്ട്, പത്രാധിപരുണ്ട്, അവർക്ക് അവരുടേതായ നയമുണ്ട്. അവർ ഓരോ കാലത്തും വാർത്താ അധിഷ്ഠിതമായ വസ്തുനിഷ്ഠമായ സമീപനങ്ങൾ സ്വീകരിക്കും. അത് ദേശാഭിമാനി പത്രാധിപരായിരുന്ന രാജീവിന് ദേശാഭിമാനിയിൽ വരുന്ന വാർത്തകൾ പ്രത്യേകിച്ച് ആരെയെങ്കിലും സുഖിപ്പിക്കുന്നതാണെങ്കിൽ പരിശോധിക്കാം. ഇന്ന് അദ്ദേഹം മന്ത്രിയാണ്. മന്ത്രിസ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ പരിശോധിക്കാം, പരിഗണിക്കാം, അങ്ങനെ തുടങ്ങിയ ക്ലീശയായ ചില വാക്കുകൾ ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഉദാഹരണത്തിന്, പഴയൊരു മാധ്യമ പ്രവർത്തക കൂടിയായ ആരോഗ്യ മന്ത്രി വീണ ജോർജ്
വീണ ജോർജ് ആരോഗ്യവകുപ്പുമായി എന്ത് വിഷയം പുറത്തു വന്നാലും അത് ഗൗരവമായി കാണുമെന്നും ശക്തമായ നടപടിയെടുക്കുമെന്നും യോഗം ചേരുമെന്നും പതിവ് പല്ലവിയാണ് ആവർത്തിക്കുന്നത്. വിരലിന് ശസ്ത്രക്രിയ നടത്താൻ കൊണ്ടുവന്ന കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയത് കണ്ണിലായിരുന്നു. അതിനെക്കുറിച്ച് പോലും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ കിടന്ന സ്ത്രീയെ പീഡിപ്പിച്ചു, ജീവനക്കാരൻ തന്നെ പീഡിപ്പിച്ചു. അത് കേസായി പ്രശ്നങ്ങളായപ്പോൾ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അതിജീവിതയെ സമീപിച്ച ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അവരെ പിന്നീട് തിരിച്ചെടുത്തു. അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരനെ സഖാക്കൾ പൊതിരെ തല്ലി. ദൃശ്യമാധ്യമങ്ങളിലൂടെ ആ ചിത്രങ്ങൾ പുറത്തു വന്നു. കേസും നടപടികളുമായി. പക്ഷേ അതിലും ഇതുപോലെ യോഗം ചേർന്നു, നടപടിയെടുത്തു, അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിമാരുടെ ഇത്തരം സമീപനം, ശൈലി മാറ്റില്ല എന്ന മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തം, നിങ്ങൾക്കൊരു വിചാരമുണ്ട് പിണറായി വിജയനെ പുതിയ രീതിയിൽ ചിത്രീകരിക്കാം, അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങ് മാറ്റിക്കളയാം, അതൊന്നും ഈ പാർട്ടിയിൽ നടക്കില്ല, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ മനോഭാവം, ഇതെല്ലാം മാറ്റിയാൽ തന്നെ ഈ സർക്കാരിന് സ്വതന്ത്രമായി ജനസമ്മതിയോടെ മുന്നോട്ട് പോകാൻ കഴിയും. നേരത്തെ പറഞ്ഞു വന്നതുപോലെ 2 കൊല്ലം കൂടി ഭരിച്ച് മുടിച്ച് ഈ സർക്കാർ ഇറങ്ങിപ്പോയാൽ ഭരണ മാറ്റമുണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ആരും അത്ഭുതപ്പെടേണ്ട, അത് അവിശ്വസിച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്ന് സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഇനിയെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനേക്കാൾ നല്ലത് ജനങ്ങൾക്കിടയിൽ തന്നെ ജീവിക്കുന്ന സഖാക്കൾ ഒന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, ആത്മപരിശോധന നടത്തിയാൽ മാത്രം മതി. അങ്ങനെ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വിമർശിക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവുമെല്ലാം ശത്രുക്കളാണ്, അവർ ബോംബ് വെച്ച് തകർക്കപ്പെടേണ്ടവരാണ്, അവരെ ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്ന മനോഭാവം മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത് പുതിയ കാലമാണ്. കാരണം ബോംബ് രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. ബോംബിൻ്റെയും കല്ലേറിൻ്റെയും ഒന്നും സമരരീതി, ആ സമരരീതി മാറിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് തേങ്ങയ്ക്ക് പകരം ബോംബുകൾ സമ്മാനിക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ, അത് കേരളത്തിലല്ലാതെ രാജ്യത്ത് മറ്റെവിടെയും ഉണ്ടാവില്ല.